ബി.ജെ.പി. പ്രവർത്തകൻ വടക്കുംപാട് നിഖിൽ വധക്കേസിലെ ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിനെത്തി CPM നേതാക്കൾ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ, P. ജയരാജൻ എന്നിവരാണ് ചടങ്ങിനെത്തിയത്. TP കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി, ഷുഹൈബ്, വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി എന്നിവരും ചടങ്ങിനെത്തി. കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ഒന്നാം പ്രതിയായ ശ്രീജിത്ത്. ഇവിടേക്ക് PP ദിവ്യയും എത്തിച്ചേർന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. എല്ലാ ക്രിമിനലുകളും ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വടക്കുംപാട് നിഖിൽ വധക്കേസിലെ ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങായിരുന്നു നടന്നത്. അവിടേക്കാണ് ആശീർവാദവുമായി CPM നേതാക്കൾ എത്തിയത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ, P. ജയരാജൻ എന്നിവരാണ് മുൻനിരയിൽ. നവീൻ വധക്കേസിൽ കുറ്റാരോപിതയായ PP ദിവ്യയും സ്ഥലത്ത് എത്തിയിരുന്നു. TP വധക്കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി, ഷുഹൈബ്, വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി എന്നിവരും ചടങ്ങിനെത്തി. കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ഒന്നാം പ്രതിയായ ശ്രീജിത്ത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, എല്ലാ ക്രിമിനലുകളും ഒരു കുടക്കീഴിൽ, എപ്പോഴായിരുന്നു ഈ ഗൃഹപ്രവേശന ചടങ്ങൊക്കെ നടന്നത്? ചടങ്ങ് തലശ്ശേരിയിൽ വെച്ച് നടന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ കൊലപാതക കേസിലെ പ്രതികളെ പരസ്യമായി തള്ളിപ്പറയുകയും രഹസ്യമായി അവർക്കൊപ്പവും ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പരസ്യമായി തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് തലശ്ശേരിയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 2008 മാർച്ച് 5-നാണ് BJP പ്രവർത്തകനായ നിഖിലിനെ ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കൊലപാതകത്തിൽ ഒന്നാം പ്രതിയാണ് ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയുടെ ഗൃഹപ്രവേശന ചടങ്ങിലേക്കാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ M.V. ജയരാജനും. മിഥുൻ, വളരെ വിശദമായി വാർത്തയിലേക്ക് വരാം.